ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിക്കുന്ന ഒന്നാണ് പ്രഷർ, അല്ലേ? ഒരു ഇന്റർവ്യൂ, ഒരു പരീക്ഷ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രസന്റേഷൻ. ഏറ്റവും നിർണായകമായ ആ നിമിഷങ്ങളിൽ എങ്ങനെ അടിപതറാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കാം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളിന്ന് ആലോചിച്ചു നോക്കൂ, UPSC അല്ലെങ്കിൽ JEE പോലൊരു വലിയ പരീക്ഷയ്ക്ക് വേണ്ടി മാസങ്ങളോളം ഉറക്കമിളച്ച് പഠിച്ചിട്ട് ആ എക്സാം ഹാളിൽ കയറി ചോദ്യപേപ്പർ കാണുമ്പോഴേക്കും തലച്ചോറ് ബ്ലാങ്ക് ആയി പോകുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഒരു വലിയ ജോലിക്കുള്ള ഇന്റർവ്യൂവില് അറിയാവുന്ന ഉത്തരങ്ങൾ പോലും പറയാൻ വാക്കുകൾ കിട്ടാതെ നമ്മൾ വിയർത്തുപോകുന്നത്. ഈ ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? ശരി, അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാല്, ആദ്യം ഈ പറയുന്ന പ്രഷറും സ്ട്രെസ്സും ഒന്നാണോ അതോ രണ്ടാണോ എന്ന് നോക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് നമ്മളിങ്ങനെ പതറിപ്പോകുന്നതെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞാല് അത്തരം സാഹചര്യങ്ങളെ പെട്ടെന്ന് നേരിടാനുള്ള ചില പൊടിക്കൈകളും ദീർഘകാലത്തേക്ക് പ്രഷറിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ശീലങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായി സംസാരിക്കും. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ പ്രഷറും സ്ട്രെസ്സും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണെന്ന് നോക്കാം. കാരണം ഇത് മനസ്സിലാക്കുന്നതാണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ഈ രണ്ട് വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവ രണ്ടും രണ്ടാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരുതരം ഭാരമാണ്. എന്നാൽ പ്രഷർ അങ്ങനെയല്ല. നമ്മുടെ വിജയത്തിന് വളരെ നിർണായകമായ ഒരു നിമിഷത്തിൽ അതിന്റെ ഫലം വളരെ പ്രധാനപ്പെട്ടതാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് പ്രഷർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓഫീസിൽ ഒരുപാട് ഡെഡ്ലൈനുകൾ വരുന്നത് സ്ട്രെസ്സാണ്. എന്നാൽ നിങ്ങളുടെ പ്രൊമോഷൻ തീരുമാനിക്കുന്ന ആ ഫൈനൽ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് പ്രഷറാണ്. കണ്ടില്ലേ വ്യത്യാസം? അപ്പൊ ശരിക്കും എന്താണ് ഈ പ്രഷർ എന്ന ഫീലിംഗ് ഉണ്ടാക്കുന്നത്? ഇതിന് പിന്നിൽ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, ആ നിമിഷത്തിലെ ഫലം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 2, ആ ഫലം എന്തായിരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥ. 3, ആ ഫലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണെന്നും അതിന്റെ പേരിൽ മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുമെന്നുമുള്ളൊരു തോന്നൽ. ഈ 3 ചേരുവകളും ഒരുമിച്ച് വരുമ്പോഴാണ് പ്രഷർ അതിന്റെ ഏറ്റവും ഉയർന്ന ലെവലിലെത്തുന്നത്. ശരി, അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മുടെ തലച്ചോറ് നമ്മളോട് നിസ്സഹകരിക്കുന്നത്? നമ്മൾ എന്തിനാണിങ്ങനെ പതറിപ്പോകുന്നത്? നമുക്ക് അതിന്റെ പിന്നിലെ ശാസ്ത്രീയമായ കാരണങ്ങളിലേക്കൊന്നു പോകാം. ഈ അവസ്ഥയെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. അതായത്, നിങ്ങൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം ആ നിർണായക നിമിഷത്തിലെ പ്രഷർ കാരണം ചെയ്യാൻ പറ്റാതെ വരിക. ഇത് തോൽക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളെ സ്വന്തം കഴിവിന്റെ അത്ര പോലും പ്രകടനം നടത്താൻ പറ്റാതെ വരുന്നതിനെക്കുറിച്ചാണ്. ഇതിന്റെ കാരണം അറിയണമെങ്കിൽ നമ്മുടെ തലച്ചോറിലെ 2 മെമ്മറി സിസ്റ്റങ്ങളെക്കുറിച്ച് അറിയണം. അതിൽ ആദ്യത്തേതാണ് വർക്കിംഗ് മെമ്മറി. ഇത് ഏകദേശം നമ്മുടെ ഒരു മെന്റൽ സ്ക്രാച്ച് പാഡ് അല്ലെങ്കിൽ ഒരു റഫ് ബുക്ക് പോലെയാണെന്ന് വെച്ചോളൂ. തീരുമാനങ്ങൾ എടുക്കാനും കണക്ക് കൂട്ടാനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഭാഗമാണ്. പക്ഷെ പ്രഷർ വരുമ്പോൾ എന്ത് സംഭവിക്കും? പേടിയും ആശങ്കകളും വന്ന് ഈ റഫ് ബുക്കിൽ മുഴുവൻ എഴുതി നിറയ്ക്കും. അതോടെ ശരിയായി ചിന്തിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി കുറയും. രണ്ടാമത്തെ സിസ്റ്റമാണ് പ്രൊസീജറൽ മെമ്മറി. ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഓട്ടോ പൈലറ്റ് മോഡ്. നമ്മൾ ഒരുപാട് തവണ ചെയ്ത് ശീലിച്ച കാര്യങ്ങളില്ലേ, ഡ്രൈവിംഗ്, ടൈപ്പിംഗ്, സൈക്കിൾ ചവിട്ടുന്നതൊക്കെ, അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടല്ലേ ചെയ്യുന്നത്? അതാണ് പ്രൊസീജറൽ മെമ്മറി. പക്ഷേ പ്രഷർ വരുമ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓരോ സ്റ്റെപ്പും ആലോചിച്ച് ചെയ്യാൻ നോക്കും. അത് നമ്മുടെ ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിനെ കൺഫ്യൂസ്ഡ് ആക്കുകയും സ്വാഭാവികമായി ചെയ്തിരുന്ന കാര്യങ്ങളിൽ പോലും തെറ്റുകൾ വരുത്തുകയും ചെയ്യും. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ട്, അല്ലേ? ഇതുപോലൊരു ചാൻസ് ഇനി ജീവിതത്തിൽ കിട്ടില്ല. ഒരു പരീക്ഷയോ ഇന്റർവ്യൂവോ വരുമ്പോൾ ഇതാണ് ജീവിതത്തിലെ അവസാന അവസരം എന്ന് നമ്മൾ ചിന്തിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ തന്നെ നമുക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്നതിന് തുല്യമാണ്. ഇതൊരു തെറ്റായ ചിന്താരീതിയാണ്. ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ചിലപ്പോൾ നമ്മളെ സഹായിക്കാനെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് കൂടുതൽ പ്രഷർ തരും. ഇതിനെയാണ് പ്രഷർ ട്രാപ്പുകളെന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, സപ്പോർട്ട് ട്രാപ്പ്. നമ്മുടെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രോത്സാഹനം, നീ എന്തായാലും ജയിക്കും എന്നൊക്കെയുള്ള നല്ല വാക്കുകൾ പോലും ചിലപ്പോൾ നമ്മളിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കും. കാരണം നമ്മൾ അവരെ നിരാശപ്പെടുത്തുമോ എന്ന് പേടിക്കാൻ തുടങ്ങും. അതുപോലെ എല്ലാത്തിനെയും ഒരു മത്സരമായി കാണുന്നതും വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും നമ്മുടെ ശ്രദ്ധ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറ്റി അതിനെ റിസൾട്ടിനെക്കുറിച്ചുള്ള ടെൻഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കേടു. ഇതിനൊരു പരിഹാരമില്ലേ?
തീർച്ചയായും ഉണ്ട്. നമുക്ക് പരിഹാരത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. പ്രഷർ അനുഭവിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ നമുക്കുപയോഗിക്കാൻ പറ്റുന്ന ചില കിടിലൻ ടെക്നിക്കുകളാണിത്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ പഠനങ്ങൾ പറയുന്നത് പ്രഷറിനെ നേരിടാൻ ഏകദേശം 22 തരം ചെറിയ ചെറിയ വഴികളുണ്ടെന്നാണ്. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ, പ്രഷറിനെ മാനേജ് ചെയ്യുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്കില്ലാണ്. അതിന് നമ്മളെ സഹായിക്കാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ചിലത് നമ്മുടെ ചിന്താരീതിയിൽ വരുത്താവുന്ന വളരെ സിമ്പിളായ മാറ്റങ്ങളാണ്. ഉദാഹരണത്തിന്, ആ സാഹചര്യത്തെ ഒരു പേടിപ്പെടുത്തുന്ന ഒന്നായി കാണാതെ ഒരു ചാലഞ്ചായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരു അവസരമല്ല, ഇനിയും ഒരുപാട് അവസരങ്ങൾ വരുമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ആ നിമിഷത്തിന്റെ പ്രാധാന്യം മനസ്സിലൊന്നു കുറയ്ക്കുക. പിന്നെ നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി പറയാൻ പോകുന്നത് വളരെ പവർഫുള്ളായ എന്നാൽ വളരെ സിമ്പിളായൊരു ടെക്നിക്കാണ്. ആ പ്രധാനപ്പെട്ട ഇവന്റിന് കുറച്ചു മുൻപ് ഒരു പേപ്പറും പേനയും എടുക്കുക. ആ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളെ അലട്ടുന്ന എല്ലാ പേടിയും ആശങ്കകളും അതിലെഴുതി വയ്ക്കുക. വെറുതെ എഴുതിയാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയിൽ കിടക്കുന്ന ആ ഭാരത്തെ ആ പേപ്പറിലേക്ക് മാറ്റുകയാണ്. ഇത് തലച്ചോറിന് നല്ലൊരു റിലീഫ് കൊടുക്കും. ഇതൊക്കെ ആ നിമിഷത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ലോങ് ടേം സൊല്യൂഷൻ അല്ലേ? പ്രഷറിനെതിരെ ഒരു സ്ഥിരം കവചം പോലെ പ്രവർത്തിക്കുന്ന ചില കഴിവുകൾ എങ്ങനെയുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആ കവചത്തെ നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് COTE എന്ന് വിളിക്കാം. സി എന്നാൽ കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം, ഒ എന്നാൽ ഓപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസം, ടി എന്നാൽ ടെനാസിറ്റി അതായത് സ്ഥിരോത്സാഹം, ഇ എന്നാൽ എൻതൂസിയാസം അല്ലെങ്കിൽ ഉത്സാഹം. ഈ 4 ഗുണങ്ങളാണ് പ്രഷറിനെ കൂളായി നേരിടാൻ നമ്മളെ സഹായിക്കുന്ന 4 തൂണുകൾ. ശരി, അപ്പോൾ ഈ 4 തൂണുകൾ ഓരോന്നും എന്താണെന്നും അതെങ്ങനെ നമുക്കുണ്ടാക്കിയെടുക്കാമെന്നും കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ആദ്യത്തേത് കോൺഫിഡൻസ്. ആത്മവിശ്വാസമെന്ന് പറയുന്നത് പ്രഷറിന്റെ വിഷത്തിനുള്ള ഒരു മരുമരുന്നാണ്. ഇത് നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എങ്ങനെ? നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിജയങ്ങൾ, അതെത്ര ചെറുതാണെങ്കിലും ആഘോഷിക്കുക. നിങ്ങളെക്കുറിച്ച് തന്നെ തോന്നുന്ന മോശം ചിന്തകളെ തിരിച്ചറിഞ്ഞ് അതിനെ ചോദ്യം ചെയ്യുക. അതിനു പകരം നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തേതാണ് ഓപ്റ്റിമിസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം. ഇതൊരു വെറും പോസിറ്റീവ് തിങ്കിംഗ് മാത്രമല്ല, അതൊരു സ്ട്രാറ്റജിയാണ്. ശുഭാപ്തി വിശ്വാസമുള്ളവർക്ക് ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷകളുള്ളതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും. ഇത് വളർത്താൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും തിരിച്ചടികളുണ്ടാകുമ്പോൾ അത് താൽക്കാലികം മാത്രമാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ നല്ല കാര്യങ്ങളെ കാണാനും അഭിനന്ദിക്കാനും പഠിക്കുക. നിങ്ങളുടെ സംസാരത്തിൽ പോസിറ്റീവ് വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കാനും ശ്രമിക്കുക. മൂന്നാമത്തെ പില്ലറാണ് ടെനാസിറ്റി. നമ്മൾ മലയാളത്തിൽ സ്ഥിരോത്സാഹം എന്നൊക്കെ പറയും. കഴിവ് മാത്രം പോരാ, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്. അതാണ് ദീർഘകാല വിജയത്തിനാവശ്യം. ഇതും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള അല്പം വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. വഴിയിൽ വരുന്ന തടസ്സങ്ങളെ പ്രശ്നങ്ങളായി കാണാതെ മറികടക്കാനുള്ള അവസരങ്ങളായി കാണുക. നിങ്ങളുടെ ശ്രദ്ധ കൂട്ടാനുള്ള ചെറിയ വ്യായാമങ്ങൾ പരിശീലിക്കുന്നതും വളരെ നല്ലതാണ്. നാലാമത്തേതും അവസാനത്തേതുമാണ് എന്തൂസിയാസം അഥവാ ഉത്സാഹം. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രവൃത്തികളാണ് വികാരങ്ങളെ ഉണ്ടാക്കുന്നത് എന്നതാണ്. അതായത്, നിങ്ങൾക്ക് ഉത്സാഹം തോന്നിയില്ലെങ്കിലും ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ ആ ഫീലിംഗ് താനേ വരും. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ജോലികളെ ഒരു വലിയ ലക്ഷ്യവുമായി കണക്ട് ചെയ്യുക. എനർജി തരുന്ന പാട്ടുകൾ കേൾക്കുകയോ ചെറിയ വ്യായാമം ചെയ്യുകയോ ഒക്കെയാവാം. നിങ്ങളുടെ കൂടെയുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഒരുമിച്ച് മുന്നോട്ടു പോവാനുള്ള ഒരു പോസിറ്റീവ് എനർജി തരും. അപ്പോ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പ്രഷറിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നത് ആർക്കോ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു വരദാനമല്ല. അത് ആർക്കും പഠിച്ചെടുക്കാനും പ്രാക്ടീസ് ചെയ്ത് മെച്ചപ്പെടുത്താനും കഴിയുന്ന ഒരു കഴിവാണ്. അതിന്റെ കൺട്രോൾ പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. ജീവിതത്തിൽ പ്രഷർ ഉറപ്പായും വരും, അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അതിനു മുന്നിൽ നിങ്ങളുടെ പ്രകടനം അത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒന്നാണോ, അതോ പരിശീലനത്തിലൂടെ നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയുമോ? ഈ ഒരു ചോദ്യം നിങ്ങൾ കൈവിട്ടു തരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വിവരങ്ങളെല്ലാം ഹെൻറി വൈസിംഗർ എഴുതിയ പെർഫോമിംഗ് അണ്ടർ പ്രഷർ എന്ന ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ബുക്ക് വാങ്ങാനുള്ള ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.